വയോധികം ജീവിതത്തിൻ്റെ അവസാന ഘട്ടമല്ല, മറിച്ച് അനുഭവങ്ങളുടെ പക്വത നിറഞ്ഞ സുന്ദരമായൊരു സന്ധ്യയാണ്. ശരീരം ക്ഷീണിച്ചാലും മനസ്സിൻ്റെ പ്രകാശം ഒരിക്കലും മങ്ങുന്നില്ല. ജീവിതത്തിൻ്റെ അനവധി പ്രഭാതങ്ങളിലൂടെയും സന്ധ്യകളിലൂടെയും കടന്നുവരുന്ന അവരുടെ ആ മുഖത്തു പതിയുന്ന നിസാര ചിരിയിൽ അതുല്യമായൊരു സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. റീന, ഹലോ. അരുൺ, എന്തായി കാര്യങ്ങള്? അത് എപ്പോഴാ പുറപ്പെടുന്നേ? നോക്കിയിരുന്ന് മടുത്തു. ഞങ്ങളിതാ റെഡിയായി, ഇറങ്ങാറായി. ഫ്ലൈറ്റ് വൈകിട്ടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. എന്നിവിടുന്ന് പോയതാ? എത്രയും വേഗം തിരിച്ചു വരാൻ നോക്ക്. റീന, ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കാര്യം. ഞാനിത് കേട്ട് മടുത്തു. അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട. എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തിച്ചിട്ട് വേഗം എത്താൻ നോക്ക്. ഓക്കെ, ഞങ്ങളിത് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, നീ വെച്ചോ. ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ബൈ. ഓക്കെ, ബൈ. മാഷേ, സുഖമല്ലേ? ആരോടില്ലേ? അകത്തുണ്ടവൻ, റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് കണ്ടോട്ടെ. റോഹിത് ചേട്ടാ. ഹരണേ, നമുക്കിറങ്ങിയാലോടാ. വാ, നമുക്കിറങ്ങാം. വാ. മാഷക്കറിക്കോ? കിഷൻ, വേഗാവട്ടെ. അച്ഛാ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ മൂവാറ്റുപുഴയിൽ വരാം. അഗസ്റ്റിനച്ഛൻ പറഞ്ഞിട്ട് അപ്പച്ചന്റെ അമ്മച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞു. പറയൂ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോളൂ കേട്ടോ. റോഹിത് ചേട്ടാ, ആ ഡോക്യുമെന്റ്സ് എടുത്തോ. ഞാൻ ആ ഫയലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, ഓക്കെ സാർ. എവിടെയോ കണ്ട പോലെ. അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ ജോസ് മാഷ്, മൂവാറ്റുപുഴ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ച എന്റെ ഭാര്യ. ഒരു ആന്റണി. അച്ഛാ, റൂം നമ്പർ 36 ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറ. ഓക്കെ അച്ഛാ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നോ? വിഷമിക്കണ്ട. ഇതല്ലേ പെൻഷൻ്റെത്? ഞങ്ങൾക്ക് അവരല്ലാതെ
മറ്റാരുമില്ല. അച്ചോ, ഉം. അവനും അവന്റെ ഭാര്യയും കാനഡയില. അവർക്ക് അവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധം. ഞങ്ങളൊരു ബാധ്യത ആകാതിരിക്കാനാ അവൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ആന്റണി, അതാ വരുന്ന അച്ഛാ. അച്ഛാ ഇവരകത്തേക്ക് കൂട്ടിക്കോ. വരൂ. ഓ, ചെല്ലു. അച്ഛനെന്റെ അപ്പച്ചനമ്മച്ചനെ അറിയാലേ? അറിയാം. ആഹാ. 35 വർഷങ്ങൾക്ക് മുമ്പ് ഓ. കോട്ടയത്ത് ഞാനൊരു പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും 15 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്നൊരു ദമ്പതികള് ഉം. ഇവിടെ വന്നൊരു കുട്ടിയെ ദത്തെടുത്തു. അവന് പേര് മേൽവിലാസം നൽകി. അരുണേ, ആ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ടേ. ഈ ആധാറിന്റെ നമ്പർ മാത്രമേ കിട്ടാനുള്ളേ. ഡാ, ഏ? പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അരുണേ, ഏ? നന്നായിടാ, നന്നായി, ഒരുപാട് നന്നായി. അമ്മേ, അപ്പ, മോനെ, ഓനെ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരുമില്ല. നീ വർഷത്തിലൊരിക്കലെങ്കിലും ഞങ്ങളെ കാണാൻ പറഞ്ഞു. നിന്റെ മക്കളെയും കൊണ്ട്. എനിക്ക് എന്റെ അപ്പച്ചനമ്മച്ചിനെ വേണം. വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. അവരുടെ ആ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് സ്നേഹത്തിൻ്റെ, വേദനയുടെ, സഹനത്തിൻ്റെ, ജീവിതജ്ഞാനത്തിൻ്റെ അമൃതസ്വരമാണ്.